ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചെമ്മീൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായി ചെമ്മീനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഇത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം, മസാലയൊക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടി. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മസാല പുരട്ടി മാറ്റി വെച്ച ചെമ്മീൻ ഓരോന്നായി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുക്കാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം എല്ലാ ചെമ്മീനും തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ എല്ലാ ചെമ്മീനും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. മീൻ വിഭവങ്ങൾക്ക് എപ്പോഴും ചെറിയുള്ളിയാണ് നല്ലത്, സവാളയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചെമ്മീൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മസാല പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില വെച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.